നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്നൊരു കഥാപാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ ശോഭ ചേച്ചി ഒന്ന് ഒതുങ്ങണം, ഒരു പൊടിക്ക് അടങ്ങണം, അല്ലെങ്കിൽ രാഷ്ട്രീയമാണ് രംഗം, എന്തും സംഭവിക്കാം. ഇവിടെ കുലപതികൾ വീണിട്ടുള്ള സ്ഥലമാണ്. കരുണാകരൻ, ഇന്ദിരാഗാന്ധി, ഇപ്പോൾ പിണറായി വിജയൻ, എത്ര വലിയ കുലപതിയായാലും വീഴും. താങ്കളെക്കുറിച്ച് ഉണ്ടായിരുന്ന ഇമേജുകൾ ഒന്നൊന്നായി പൊടിയുന്നുണ്ടോ എന്നൊരു സംശയം. സമ്പൂർണ്ണമായി പൊടിഞ്ഞു എന്നൊരു അഭിപ്രായം എനിക്കില്ല, പക്ഷെ ഞങ്ങൾക്കില്ല. പക്ഷെ ഞങ്ങൾ നിരീക്ഷിക്കുമ്പോൾ കേരളത്തിൽ വളർന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വനിതാ നേതാവാണ് താങ്കൾ. പ്രത്യേകിച്ച് ഇപ്പോൾ വനിതാ സംവരണം 33% കൂടെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് ശക്തരായ വനിതാ നേതാക്കൾ ആവശ്യമുണ്ട്. മന്ത്രിയാകാനും രാജ്യത്ത് വകുപ്പുകളിലേക്ക് പോകാനും ഒക്കെ, മുഖ്യമന്ത്രിയാകാനും ഒക്കെ വലിയ വനിത ആവശ്യമുണ്ട്. ഒരുപാട് വനിതകൾ ആവശ്യമുണ്ട്. ഇപ്പോൾ തന്നെ കേരളത്തിൽ നോക്കൂ, 20 സീറ്റ് ലോകസഭ സീറ്റ് 30 ആവുകയാണ്. 140 ലോകസഭ 210 ആവുകയാണ്. അപ്പോൾ വനിതകൾക്ക് വലിയ പ്രാതിനിധ്യം ഈ രാജ്യത്ത് വരികയാണ്. അപ്പോഴാണ് നിങ്ങൾ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് ചെന്ന് വീഴുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾ കണ്ടുപഠിക്കേണ്ട ഒരുപാട് നേതാക്കളുണ്ട്. മോദി, എല്ലാ ചാനലുകാരും പത്രക്കാരും മോദിയെ കൊല്ലാൻ നടക്കുകയായിരുന്നില്ലേ? മോദി വല്ലതും മൈൻഡ് ചെയ്തായിരുന്നു? പിണറായി വിജയനെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വല്ല കണക്കുണ്ടായിരുന്നു? അദ്ദേഹം റെഡിയായില്ലേ? കുഞ്ഞാലിക്കുട്ടിയെ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും കൈകാര്യം ചെയ്തു, അദ്ദേഹം സധൈര്യം നിന്നില്ലേ? അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിന്നു. നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരുപാട് വിവാദങ്ങൾ ചെന്ന് പിടിക്കുന്നു. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി 1 കോടി രൂപയ്ക്കാണ് നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? നിങ്ങൾ ആരാണ്? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയും ഞാൻ അത് കണ്ടുപിടിച്ച് ഇപ്പം ജയരാജൻ ഇപ്പം കൊണ്ടുവന്നളയും, കൊന്നുകളയും, അടിച്ചുകളയും, ജയിലിൽ കയറ്റിക്കളയും. നിങ്ങളങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല. ഈ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ, ഈ ഒരു മതേതര വ്യവസ്ഥയിൽ, ഈ ഇത്രയും കൂട്ടുകക്ഷി സമ്പ്രദായമുള്ള വ്യവസ്ഥയിൽ, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുന്ന വ്യവസ്ഥയിൽ, ഇപ്പോൾ RSSകാർ CPMകാരെ സഹായിക്കുന്നു, CPMകാർ കോൺഗ്രസ്സുകാരെ സഹായിക്കുന്നു, RSSകാർ കോൺഗ്രസ്സുകാരെ സഹായിക്കുന്നു, ഇങ്ങോട്ട് സഹായിക്കുന്നു, BJP അങ്ങോട്ട്, എല്ലാവരും ക്രോസ് ആയിട്ട് സഹായിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ കോർപ്പറേറ്റ് ലോകത്തിൽ നിങ്ങൾ ഈ പറയുന്ന ബഹളത്തിനൊന്നും ഒരു സ്കോപ്പുമില്ല. നിങ്ങളൊരു സ്ത്രീയെ വിരട്ടിയിരിക്കുന്നു, അവരെ പുറത്താക്കി. പക്ഷേ നിങ്ങൾ അടിച്ച് ചെപ്പ പൊട്ടിക്കുമെന്നൊക്കെ പറയാൻ നിങ്ങൾ ആരായി? ഇതുപോലെ അതുപോലെ തന്നെ അവിടെ നിങ്ങൾ വിരട്ടി, നിങ്ങൾക്കെതിരെ വരുന്ന കാര്യങ്ങളെ നിങ്ങൾ പക്വതയോട് തീരുമാനിക്കണം. നിങ്ങൾ രാഷ്ട്രീയ നേതാവാണ്. രാഷ്ട്രീയ നേതാവിൻ്റെ പുറത്ത് ഒരാൾ രാഷ്ട്രീയ നേതാവായി വളരുമ്പോൾ നിങ്ങളെ ചൊറിയാനും നിങ്ങളുടെ പിറകെ നടക്കാനും ആളുണ്ടാവും. അത് വളരെ പ്രധാനമാണ്. പിന്നെ നിങ്ങൾ ഏത് മണ്ഡലത്തിൽ നിന്നാലും ജയിക്കും എന്നൊരു അഹങ്കാര വർത്തമാനമുണ്ട്. എവിടെയാണ് നിങ്ങൾ ജയിച്ചത്? 10 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മത്സരിച്ചു. 10ാമത്തെ തെരഞ്ഞെടുപ്പാണ് പാലക്കാട്. ഇപ്പം ജയിച്ചാൽ ജയിച്ചു, ജയിച്ചില്ലെങ്കിൽ 9 തെരഞ്ഞെടുപ്പിന് നിങ്ങൾ തോറ്റില്ലേ? അങ്ങനെ നിങ്ങളെ അപ്രമാദിത്വമുള്ള ജയിക്കുന്ന ക്രൗഡ് പുള്ളറായിട്ടൊന്നും കേരളം അംഗീകരിച്ചിട്ടില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ പരിമിതി, ഒരുപാട് പരിമിതിയുണ്ട്. സ്ത്രീ എന്നുള്ള നിലയിൽ പരിമിതി ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല. സ്ത്രീക്കും പുരുഷനും അങ്ങനെ പരിമിതിയൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ അതേസമയം ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഒരുപാട് പരിമിതിയുണ്ട്. നിങ്ങൾ പെർഫോം ചെയ്യേണ്ടത് ബഹളമുണ്ടാക്കിയല്ല. നിങ്ങൾ പെർഫോം ചെയ്യേണ്ടത് നാളെ BJP പ്രസിഡൻ്റായിട്ടൊക്കെ വന്ന് ഏറ്റവും നല്ല പക്വതയുള്ള പ്രസിഡൻ്റാണെന്ന് ജനങ്ങളെ കൊണ്ട് പറയിക്കലാണ്, പാർട്ടിയെ കൊണ്ട് പറയും. നിങ്ങൾ തീരുമാനിക്കേണ്ടത് ഏറ്റവും നല്ല MLA ആയിരിക്കുന്നു, നാളെ മന്ത്രിയാവാൻ അവസരം കിട്ടി ഏറ്റവും നല്ല മന്ത്രിയായിരിക്കുന്നു, ഏറ്റവും നല്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാറ്റിനും ഒത്തീർപ്പുണ്ടാക്കണമെന്നല്ല. വഴക്കാളിയാകരുത്. വഴക്കാളിയാകുന്നത് ഒരു പ്രായത്തിലൊക്കെ, ഒരു വയസ്സിലൊക്കെ. അത് കഴിഞ്ഞാൽ ഒത്തുതീർപ്പ് വേണമെന്നല്ല പറയുന്നത്. അവോയ്ഡ് ചെയ്യേണ്ടതിൻ്റെ അവോയ്ഡ് ചെയ്യണം. എത്രയോ നേതാക്കളെ കണ്ടിട്ടില്ലേ പത്രക്കാരെ കൈകാര്യം ചെയ്യുന്നത്? നിങ്ങൾ പത്രക്കാരെയും വെല്ലുവിളിക്കുകയാണ്. ഒരു കാര്യമില്ല. ഇത് നിൽക്കില്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ തളരും. നിങ്ങൾ തളരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അടി. ഈ എല്ലാ ശത്രുക്കളും ഒന്നിച്ചു കൂടും. അത് പാർട്ടിക്കകത്തുനിന്നുള്ളവരും കൂടും, പുറത്തുനിന്നുള്ളവരും കൂടും, സകല പേരും കൂടും. അപ്രമാദിത്വത്തോടുകൂടി ഒരു നേതാവിനെ ഒരു പാർട്ടിയിലും ആരും വളരാൻ അനുവദിക്കില്ല. അതിൻ്റെ അങ്ങനെയുള്ളൊരു സ്ഥലത്തിൻ്റെ പേരാണ് രാഷ്ട്രീയം. അല്ലാത്തടത്തും അനുവദിക്കില്ല. കുടുംബത്തിൽ പോലും അനുവദിക്കത്തില്ല. ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ ബഹളം ഉണ്ടാക്കിയാൽ ബാക്കിയുള്ളവർ കൈകാര്യം ചെയ്യും. ചേച്ചി ബഹളം ഉണ്ടാക്കി കൈകാര്യം ചെയ്യും. അച്ഛൻ ബഹളം ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ഒരു പരിധി വരെയൊക്കെ പണ്ട് ഇപ്പം അതുമില്ല. അച്ഛൻ ബഹളം ഉണ്ടാക്കിയാൽ അച്ഛനെയും ബോടാന്ന് പറയുന്ന മക്കളുടെ കാലമാണിപ്പോൾ. അതുകൊണ്ട് ഒരപ്രമാദിത്വത്തിന് ഒരു കാര്യമില്ല. നിങ്ങളിപ്പോൾ ഒരുപാട് കുരുക്കുകളിൽ ചെന്നപ്പെട്ടിരിക്കുകയാണ്. പണക്കുരുക്കിൽ ചെന്നപ്പെട്ടിട്ടുണ്ട്, ആലപ്പുഴയിലുള്ള ഒരു വനിതയുമായിട്ടുള്ള കുരുക്കിൽ ചെന്നപ്പെട്ടിട്ടുണ്ട്, ജമാഅത്ത് ഇസ്ലാമിൻ്റെ കുരുക്കിൽ ചെന്നപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് കുരുക്കൊണ്ട് നിങ്ങൾ അത് പുറത്ത് വിടും, ഇത് പുറത്ത് വിടും, കാസറ്റ് പുറത്ത് വിടും, ഞാൻ നോട്ട് പുറത്ത് വിടും. അപ്പോൾ ഒന്നും പുറത്ത് വിട്ടിട്ടില്ല. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പുറത്ത് വിടാനൊന്നും അത്ര എളുപ്പമല്ല ഉണ്ടെങ്കിൽ തന്നെയും. അതുകൊണ്ട് ഒരു ബഹളത്തിൻ്റെയും കാര്യമില്ല. കുറേ കൂടി പക്വത, പൊളിറ്റിക്കൽ പക്വത കാണിക്കേണ്ട സമയമായി. അത് നിങ്ങളെപ്പോലുള്ള നേതാക്കളെ ഏത് പാർട്ടിയിൽ നിന്നാലും താല്പര്യമുള്ളത്, കാരണം ഏത് പാർട്ടിക്കാരായാലും, ഇപ്പോൾ VD സതീശൻ നമുക്കൊക്കെ താല്പര്യമുള്ളൊരു നേതാവാണ്, രമേശ് ചെന്നിത്തല, അതേസമയം അതിനകത്ത് വേറെ ഒരുപാട് പേരുണ്ട്, നമുക്ക് അങ്ങനെ താല്പര്യമില്ല. ഇപ്പോൾ CPMനകത്ത് തന്നെയും
നമുക്ക് എല്ലാ പാർട്ടിയിലും BJP-യിലും എല്ലാ പാർട്ടിയിലും എടുത്താൽ നമുക്കൊരു പക്വതയുള്ള താല്പര്യമുള്ള നാടിനെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ നാടിന് ആവശ്യമുള്ള കുറേ നേതാക്കളുണ്ട്. എല്ലാ പാർട്ടിയിലും കാണും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് താങ്കൾ. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ മനോഹരമായിരിക്കും. അല്ലെങ്കിൽ വീഴുന്നത് താങ്കളാണ്. ഇതുവരെയുള്ള വീഴ്ച പോലല്ല ഒരു നേതാവായതിനു ശേഷം വീഴുന്നത്, വലിയ വീഴ്ചയായിരിക്കും. ആ വീഴ്ചയിൽ നിന്ന് നമുക്ക് മുന്നോട്ട് കയറാൻ അത്ര എളുപ്പമല്ല കാര്യങ്ങളെന്ന് നിങ്ങൾ തിരിച്ചറിയണം.